രാവിലെ തന്നെ ആകെ കൺഫ്യൂഷനായിട്ടാണ് കേട്ടോ എണീറ്റത്. എണീക്കണ്ടേ എന്നുള്ള ആലോചനയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ കൺഫ്യൂഷന് കാരണം. സത്യം പറഞ്ഞാൽ മടിയായിരുന്നു കേട്ടോ. മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഏട്ടൻ്റെ കാര്യം അവതാളത്തിലാവുന്നതുകൊണ്ട് പിന്നെ ആ മടി അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് എണീറ്റു കേട്ടോ. ഇന്നൊരു പ്രത്യേക രീതിയിലുള്ളൊരു മീൻ കറിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. പച്ചമുളക്, സവോള, തക്കാളിയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് പൊടികളൊക്കെ ഇടുക. മല്ലിപ്പൊടി ആവശ്യത്തിലേറെ ഇട്ടോട്ടാ. എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടി വെക്കുക. ആ ഗ്യാപ്പിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കുന്നുണ്ട്. പൂരി മസാലയാണ് ഉണ്ടാക്കണത്. എത്രയൊക്കെ നേരത്തെ എണീറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോൾ പിന്നെ വെപ്രാളാണ് കേട്ടോ. പിന്നെ വേഗം ഓട്ടം ചാട്ടമൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ ചൂടാറി കഴിഞ്ഞപ്പോഴേ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായി അങ്ങോട്ട് അരച്ചെടുത്തു കേട്ടോ. തേങ്ങ അരച്ച് വെച്ച കറികളോട് എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. അന്ന് തേങ്ങ ചിരണ്ടാൻ നല്ല മടിയാണ് താനും. അപ്പോൾ തേങ്ങ അരച്ച കറിയാണോ എന്ന് ചോദിച്ചാൽ ആണ് താനും. അന്ന് തേങ്ങ അരച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരച്ചില്ല താനും. അപ്പോൾ എങ്ങനെ സംഭവം കിടുകയില്ലേ. പിന്നെ 2 മീൻ എടുത്തിട്ട് ഞാൻ മസാലയൊക്കെ പുരട്ടി വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ ഓർക്കണത് എൻ്റെ അമ്മേനെ പൂവിട്ട് പൂജിക്കണം. കാരണം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 6 മണി 6:30 എനിക്ക് ട്യൂഷന് പോകണം. ആ സമയമാകുമ്പോഴേക്കും അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തേക്ക് കൊണ്ടുപോകാനുള്ള കറികളും ചിലപ്പോൾ അമ്മ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് വന്ന് കഴിക്കാനുള്ള പലഹാരം വരെ റെഡിയാക്കി വെച്ചിട്ടായിരിക്കും അമ്മ പോവുക. അമ്മയ്ക്ക് അന്ന് ജോലി ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറി ഞാൻ അടുപ്പിലാണ് കേട്ടോ വെച്ചത്. ചില ദിവസങ്ങളിൽ ഞാൻ ഗ്യാസുമേൽ വെക്കും. എൻ്റെ അപ്പത്തെ മൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ വെക്കും കേട്ടോ. പിന്നെ മീൻ വെന്തതിന് ശേഷം അതേ അടുപ്പിൽ തന്നെ ഞാൻ മീൻ വറക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. വെറുതെ ഗ്യാസ് എന്തിനാ കളയണത്. 2 മീനുള്ളതുകൊണ്ട് ഒരെണ്ണം ഏട്ടനും കൊടുത്തു വിടും, ഒരെണ്ണം ഞാനും കഴിക്കും. പിന്നെ അപ്പോൾ വേറെ ഉപ്പേരി ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ ഇന്നലെ പച്ചപ്പയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പച്ചപ്പയറല്ലല്ലോ അല്ലേ ഇത്, എന്തെങ്കിലും പയറാവട്ടെ. അപ്പോൾ ഞാൻ അതൊരു പിടി എടുത്തിട്ട് ഉപ്പേരിക്കുള്ളത് നോക്കണുണ്ട്. നമ്മളിവിടെ ഉച്ചയ്ക്ക് മാത്രമാണ് കേട്ടോ ചോറ് കഴിക്കുക. ഞാനാണെങ്കിലും ഏട്ടനായാലും ഉച്ചയ്ക്ക് മാത്രമേ ഞങ്ങൾക്ക് ഈ കറികളും ചോറിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. രാത്രി ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് എന്ത് കറി വയ്ക്കുകയാണെങ്കിലും കുറച്ചെടുത്താണ് കേട്ടോ വയ്ക്കുള്ളൂ. അങ്ങനെ ഉരുളൻകിഴങ്ങും ഗ്രീൻ പീസൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മസാലക്കറി ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. കുറച്ച് ചിക്കൻ മസാല എടുത്ത് അത് നന്നായി കുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ വേഗം പയർ വളർത്താൻ വേണ്ടി നോക്കും കേട്ടോ. ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 4 ദിക്കിലായിട്ടിടും. കറി പരിപാടികൾ ഏകദേശം സെറ്റായപ്പോൾ ഞാൻ പൂരി പരത്താൻ വേണ്ടി ആരംഭിച്ചു കേട്ടോ. അങ്ങനെ പൂരി പരത്തിലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞൻ അങ്ങോട്ട് എണീറ്റു കേട്ടോ. കുഞ്ഞൻ എണീറ്റപ്പോഴേ നല്ല അലമ്പായിരുന്നു. ഏട്ടൻ്റെ കയ്യിൽ പോവില്ല, അന്ന് എന്നൊരു പണി ചെയ്യാനും സമ്മതിപ്പിക്കില്ല. പിന്നെ ഞാൻ അവളെയും പിടിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ തങ്കം വിട്ട്. കുറച്ച് പൂരി പരത്താനുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഏട്ടൻ പരത്തി തന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേഗം ചായ കുടിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് പൂരിയൊക്കെ നല്ല ഇഷ്ടമാണ്. അത് പിടിച്ചിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ രാവിലെ ഇങ്ങനത്തെ കടികളൊക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പം അല്ലെങ്കിൽ പൂരി, ചപ്പാത്തി അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ഇത് ഉണ്ടാക്കാൻ കുറച്ച് പാടാണെങ്കിലും തിന്നാൻ അത്ര വലിയ പാടില്ലല്ലോ. അങ്ങനെ ചായ കൂടി ഏകദേശം കഴിയാറായപ്പോൾ ഞാൻ വേഗം പോയി ഏട്ടനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കറി മാത്രം കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഏട്ടന് ഞാൻ പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് പിന്നെ